ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ 4 നോട്ടിഫിക്കേഷനാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 നമ്മുടെ കേരളത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇവിടെ കാണാം, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ 3 നോട്ടിഫിക്കേഷൻ കൂടെ ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഇതാണ് 3 നോട്ടിഫിക്കേഷൻ. ഒന്ന് നമ്മുടെ ഫാക്ടിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറി DRDOയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, കൊച്ചിയിലാണ്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് റെയിൽടെലിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ 4 നോട്ടിഫിക്കേഷനാണ് ടോട്ടൽ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിവിടെ ആദ്യത്തെ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. റീസെൻ്റ് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്താലും മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. ആദ്യം നമ്മൾ റെയിൽടെലിന്റെ നോട്ടിഫിക്കേഷനാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ നോട്ടിഫിക്കേഷനും നമ്മൾ പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ റെയിൽടെലിന്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നവിടെ കാണാൻ നിങ്ങൾക്ക്. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് മിനിസ്ട്രി ഓഫ് റെയിൽവേന് കീഴിലാണ്. ഇത് നമ്മുടെ കേരളത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. ഇതിൽ പെർമനന്റ് വേക്കൻസി അല്ല, 3 വർഷത്തേക്കാണ് ഇനീഷ്യലി പോസ്റ്റ് ചെയ്യുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷന്റെ, അതായത് സദേൺ റീജിയനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. റെയിൽടെലിന്റെ കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയാണ്. കേരളത്തിലാണ് പോസ്റ്റിംഗ്, തിരുവനന്തപുരമാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. ഇമ്പോർട്ടന്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 5/6/2026 നോട്ടിഫിക്കേഷൻ വന്നത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 22/6/2026 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ഇതിൽ 3 കാറ്റഗറി എഞ്ചിനീയർ ആണ്. L1 നിങ്ങൾക്ക് കാണാം 9 വേക്കൻസി, L2 3 വേക്കൻസി, L3 1 വേക്കൻസി. ഇങ്ങനെയാണ് ലൊക്കേഷൻ. പോസ്റ്റിംഗ് ലൊക്കേഷൻ തിരുവനന്തപുരമാണ്. പിന്നെ എവിടെയാണെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ടാവും പ്രൊജക്റ്റിനൊക്കെ അനുസരിച്ച്. പിന്നെ അതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കാം നിങ്ങൾക്ക്. അതായത് ഇയർലി നിങ്ങൾക്ക് 4,20,000 ആണ് പറയുന്നത്. അത് പ്ലസ് ഇൻക്രിമെന്റ് കാര്യം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മന്ത്ലി നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. അതുപോലെ തന്നെ L2 ആണെങ്കിൽ 5 ലക്ഷത്തിന് മുകളിൽ, L3 ആണെങ്കിൽ 18 ലക്ഷം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കാറ്റഗറി വൈസ് വേക്കൻസി നോക്കുകയാണെങ്കിൽ ജനറൽ 6, OBC 3, SC 2, ST 1, EWS 1 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ മിനിമം നമുക്ക് 24 വയസ്സ് പൂർത്തിയായിരിക്കണം. മാക്സിമം 50 വയസ്സിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 3 വർഷം, SC STക്ക് 5 വർഷം, PWBD ആണെങ്കിൽ 10 വർഷം മുതൽ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ L1 എഞ്ചിനീയർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് 9 വേക്കൻസി ആണല്ലോ. അതിലേക്ക് നിങ്ങൾക്ക് സയൻസിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലോ ഉള്ള ഗ്രാജുവേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് BSc ബാച്ചുലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് MSc, അതായത് PGയിൽ സയൻസിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ BA or BTech, ME or MTech ഇന്ന ഡിസിപ്ലിൻ എന്നുള്ള ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജസ്റ്റ് സയൻസിലോ അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലോ ഉള്ള PGയോ അതല്ലെങ്കിൽ ഡിഗ്രിയോ ഇതിൽ ഏതെങ്കിലും മതി. PGയും ഡിഗ്രിയും നിർബന്ധമല്ല, ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഓക്കെ, അത് ഈ പറയുന്ന 3 കാറ്റഗറി പോസ്റ്റിലേക്കും അതന്നെ സെയിം ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇന്ന ഡിസിപ്ലിൻ ഒന്നും പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു സയൻസിലുള്ള ബിരുദമോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമോ അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദമോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമോ ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ, ഇപ്പോൾ ഈ പറയുന്ന സൈബർ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് മതി. ഇനി 1 ആണ്. ഇപ്പോൾ സെക്യൂരിറ്റി പ്ലസ് അല്ലെങ്കിൽ CH അല്ലെങ്കിൽ ECS, ഓക്കെ, OEM പറയുന്ന ഈ പറയുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോന്നിലും വ്യത്യസ്തമാണ്. അതിനനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. L2 ഇനി L3 2 സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. ഒന്ന് ഈ പറയുന്ന സൈബർ സെക്യൂരിറ്റിയായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്ന ഇൻസിഡന്റ് ആൻഡ് പ്രോഗ്രാം മാനേജ്മെന്റിൽ നിങ്ങൾക്ക് പറയുന്ന ITIL അതല്ലെങ്കിൽ ഈ പറയുന്ന PMP ഇതിലേതെങ്കിലും ഒന്ന് വേണം. ഓക്കെ, അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഒന്നും വേണം. അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്നും വേണം. അങ്ങനെ 2 L3 വേണം. മറ്റൊരുതൊക്കെ ഓരോന്ന് മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ളതാണ്. ഇതിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. നമുക്ക് L1 ആണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായാൽ മതി. അത് ഈ പറയുന്ന മോണിറ്ററിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു സൈബർ ത്രെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോണിറ്ററിംഗ് റെസ്പോണ്ടിംഗ് ഒക്കെ ഉള്ള ആ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. മറ്റേത് L2 ആണെങ്കിൽ 3 ഇയർ, L3 ആണെങ്കിൽ 8 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ കീ സ്കില്ലും അതുപോലെ ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ കൂടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഈ പറയുന്ന അപേക്ഷയുടെ കൂടെ നമ്മൾ വെക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസ് വെക്കണം ഇവിടെ താഴെ തന്നിരിക്കുന്ന അപേക്ഷയുടെ കൂടെ. അപ്പോൾ ഇവിടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമുക്ക് മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വേണം. കാറ്റഗറി ഏതാഴ്ച കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ PWD സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് PWD അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വെക്കണം. ഇനി അതുപോലെ തന്നെ CV, ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു CV ഉണ്ടായിരിക്കണം, ഇതിൻ്റെ കൂടെ വെക്കണം. അതായത് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഹിസ്റ്ററിയും എക്സ്പീരിയൻസ് ഒക്കെ കാണിക്കുന്ന രീതിയിൽ അതിൽ ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതിൽ നമ്മൾ സൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ ഫോട്ടോഗ്രാഫിൽ.
ക്രോസ് ആയിട്ട്. അതുപോലെ തന്നെ ഫോട്ടോ ID പ്രൂഫായിട്ട് ഇതിലേതെങ്കിലും ഒരു ആധാർ, പാസ്പോർട്ട്, അതിലേതെങ്കിലും ഒരു ID പ്രൂഫ് വേണമെന്നുള്ളതാണ്. പിന്നെ NOC നമുക്ക് വേണ്ട, നിലവിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ്. അത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപേക്ഷയുടെ കൂടെ വെക്കണം. സെലക്ഷൻ സ്കീം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും ഇതിലേക്ക് ഫൈനൽ സെലക്ഷൻ. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഒരു അപേക്ഷാ ഫോം ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്, പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഫില്ല് ചെയ്ത, നമ്മൾ സൈൻ ചെയ്ത അപേക്ഷാ ഫോമും ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസിൻ്റെ കോപ്പി നമ്മൾ പറഞ്ഞില്ലേ, അതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ കൊറിയർ ആയിട്ടോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഇതാണ്. ടെറിട്ടറി മാനേജർ എന്ന് പറഞ്ഞാൽ കൂടെ കാണാം, കൊച്ചി 682016 എന്ന് പറയുന്നത് ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ ഈ ഒരു വാചകം എഴുതാൻ മറക്കരുത്. എൻവലപ്പിൻ്റെ മുകളിൽ നിങ്ങൾ അപ്ലിക്കേഷൻ ഫോർ ദി ടെക്നിക്കൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം, ഫോർ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ പ്രോജക്റ്റ് ഓഫ് റെയിൽടെൽ ഇൻ സദൺ റീജിയൻ ഓൺ കോൺട്രാക്ട് ബേസിസ് നിങ്ങൾ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ എഴുതി വെക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ഒക്കെ ആയിട്ട് അയച്ചു കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ഫോം ഞാൻ കാണിക്കാം. ഇതാണ് അപേക്ഷാ ഫോം. ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്യേണ്ടതെന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ, കാരണം ഇപ്പം നമ്മൾ 4 നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്, 4 നോട്ടിഫിക്കേഷൻ്റെയും എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഭാഗം ഞാൻ, അതായത് അപ്ലൈ ചെയ്യേണ്ട അപ്ലിക്കേഷൻ ഫോം കാര്യങ്ങൾ പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, ഓരോന്നും നമ്മൾ കാണിക്കാം. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് കാണുന്നവരുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ കാണിക്കാം. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്, ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നുണ്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ കേരള ജോബ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കേരള ജോബ്സ് ആണ് ഈ ഒരു പേജിലേക്ക് വരും. ഓക്കെ, ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കണിലൊക്കെ ഫോളോ ചെയ്യാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും താഴേക്ക് വരാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് റെയിൽടെൽ, ഇതുണ്ടോ, റെയിൽടെൽ എഞ്ചിനീയർ റിക്രൂട്ട്മെന്റ്. ഇതിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. നോട്ടിഫിക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഫോം ഒറ്റ ലിങ്കാണ്. ഇതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഓപ്പൺ ആയി കാണിക്കാം. ഇതിൽ നമ്മൾ ഓപ്പൺ ആയി കാണിക്കുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിന് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നിങ്ങൾ ഇതിന് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഓക്കെ, സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പേജ് നമ്പർ 6 കഴിഞ്ഞ് 7ാമത്തെ പേജ് നമ്പർ മുതൽ ഇവിടെ ഫോട്ടോ ഒട്ടിക്കുക. ഇവിടെ ഏത് പോസ്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ പോസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക. L1 എഞ്ചിനീയർ ആണ്, L2 ആണ്, അതൊക്കെ നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഇത് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് റീഡ് ചെയ്തിട്ടോ, അങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലോസ് ചെയ്ത് കളയാണ്. അത് നമ്മൾ കഴിഞ്ഞു. ഇനി 2ാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് ഫാക്റ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൻ്റെ. അപ്പോൾ 4/6/2026 ഈ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഇതിലേക്ക് വോക്ക് ഇൻ സെലക്ഷൻ ആണ്. അപ്പോൾ 1ാമത്തെ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തവരാണെങ്കിൽ തുടക്കത്തിൽ കാണുക കേട്ടോ. അപ്പോൾ ഇതിൽ കോൺട്രാക്ട് ബേസിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ എഞ്ചിനീയർ കെമിക്കലാണ് വിളിച്ചിരിക്കുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ പെട്രോളിയം റിഫൈനിങ് ആൻഡ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പോളിമർ ടെക്നോളജി. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ എനിക്ക് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ പ്രിഫറൻസ് കൊടുക്കുന്നത് ആർക്കാന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ഫാക്റ്റിൽ നിങ്ങൾ എന്താണ് അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ഫാക്റ്റിൽ നിങ്ങൾ ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടാവും. ഓക്കെ, അത് നിർബന്ധമല്ല, മുൻഗണന അവർക്ക് കുറച്ചും കൂടെ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, 26 ഏജ് ലിമിറ്റ് മാക്സിമം വരുന്നത്. ഇനി ഇതിൻ്റെ ഡേറ്റ് ഓഫ് വോക്ക് ഇൻ സെലക്ഷൻ എന്ന് പറയുന്നത് 18/6 ജൂൺ 18 ഇതിൻ്റെ ഡേറ്റ്. 9 മണിക്ക് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ വെന്യൂ വരുന്നത് HR ഡിപ്പാർട്ട്മെൻറ്റ്, ഫെഡോ ബിൽഡിംഗ് ഫ്ലോർ, നിൽക്കുന്ന ഉദ്യോഗ മണ്ഡൽ കൊച്ചിയിലാണ്. ഇവിടെയാണ് നിങ്ങൾ പോകേണ്ടത് കേട്ടോ. ഓക്കെ, വോക്ക് ഇൻ സെലക്ഷന് പോവുക. അപ്പോൾ അത് പ്രധാനമായിട്ടും ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള ജോലി ആയതുകൊണ്ട് തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ ഒരു കൺസൾട്ടന്റ് പേയ്മെൻറ്റ് 34,000 രൂപയാണ് പെർ മന്ത്. പിന്നെ നിങ്ങൾക്ക് ആനുവലി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓരോ വർഷം കൂടുന്നതനുസരിച്ച് 3% അത് ഇൻക്രീസ് ചെയ്ത് വരും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ വോക്ക് ഇൻ സെലക്ഷന് പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അവർ ഇതിൻ്റെ ഒരു ഓൺലൈൻ ഫോം ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആ രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആവുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാൻ പറ്റും. 4/6/2026 മുതൽ 18/6/2026 വരെയാണ്
അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യണം. വോക്കിൻ സെലക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് പോയാൽ പോരാ, അതിന് മുൻപ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. ഇവിടെ 4/6/2026 മുതൽ 18/6/2026 വരെ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ കൂടെ ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോം നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി ഫില്ല് ചെയ്തിട്ട് സൈനൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, ഓൺലൈൻ ഫോം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന വോക്കിൻ സെലക്ഷന് ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോകോപ്പി ആയിട്ട് വോക്കിൻ സെലക്ഷന് നിങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ വോക്കിൻ സെലക്ഷന് പങ്കെടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഒറിജിനൽ ആൻഡ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോകോപ്പി വേണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് നമ്മൾ ഫില്ല് ചെയ്ത അപ്ലിക്കേഷൻ ഫോം, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ച ആ ഫോം അത് വേണം. പ്ലസ് എന്താണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫിന് വേണ്ടി 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് മതി, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് അതും നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യുന്നതിന് 10ാം ക്ലാസ് ഓൺവേർഡ്സ് എന്തൊക്കെയാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അത് വേണം. പിന്നെ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് ചെയ്തിട്ടാണെങ്കിൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ വേണം. പിന്നെ ട്രെയിനിങ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഫാക്ട് ഇഷ്യൂ ചെയ്ത് തരുന്ന ട്രെയിനിങ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അപ്രന്റീഷിപ്പ് ചെയ്തതാണെങ്കിൽ കേട്ടോ. നിർബന്ധമല്ല, അങ്ങനെയുള്ള അത് ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകുക. പിന്നെ നിങ്ങൾക്ക് കാസ്റ്റ് നിങ്ങളുടെ ഏതാണ് കാറ്റഗറി അതൊക്കെ തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, പിന്നെ ഐഡന്റിറ്റി പ്രൂഫ്, വോട്ടർ ID, പാസ്പോർട്ടോ, പിന്നെ ആധാർ കാർഡ്, ഇതൊക്കെ ആയിട്ടാണ് നിങ്ങൾ പറയുന്ന വോക്കിൻ സെലക്ഷന് പോകേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമ്മൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓൺലൈൻ ഫോം ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ ഫാക്റ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് വരിക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കേരള ജോബ്സ് എന്ന പേജിലേക്കാണ് വരിക. ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക നിങ്ങൾ. ഓക്കെ, സ്ക്രോൾ ഡൗൺ ചെയ്താൽ അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫാക്ട് റിക്രൂട്ട്മെന്റ് 2026. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൻ്റെ അവിടെ ഉണ്ട്. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് അതായത് ഓഫ്ലൈൻ ആയിട്ടുള്ള ഫോമാണ്. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കാം. നിങ്ങൾക്ക് ഇത് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യണം. ഇതാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. ഇത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന വോക്കിൻ സെലക്ഷന് പോകുന്ന സമയത്തും കൊണ്ടുപോവുകയും വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതെന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യേണ്ട വെച്ചാൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ നേരെ താഴെ ഓൺലൈൻ ഫോം എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. ഓൺലൈൻ ഫോം എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഗൂഗിൾ ഫോം ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും, എഞ്ചിനീയർ കെമിക്കൽ. അപ്പോൾ ഇതിൽ നമ്മുടെ മെയിൽ ID ഒക്കെ അടിച്ച് നമ്മൾ നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോയി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അതോടൊപ്പം നമ്മൾ ഈ ഫില്ല് ചെയ്ത അപ്ലിക്കേഷൻ ഫോമും പാടെ അതിലേക്ക് സ്കാൻ ചെയ്തിട്ട് PDF ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളിത് ഫില്ല് ചെയ്യുക, മാനുവലി ഇത് ഫില്ല് ചെയ്യുക, പുറത്ത് നമ്മൾ പേന കൊണ്ട് ഫില്ല് ചെയ്യുക, എന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഈ വോക്കിൻ സെലക്ഷന് ഡയറക്റ്റ് പോവുകയാണ് വേണ്ടത്. ഓക്കെ, ഡയറക്റ്റ് ആ ഡേറ്റിൽ നമ്മൾ പറഞ്ഞു, ഡേറ്റ് വെന്യൊക്കെ പറഞ്ഞു, ആ സമയത്ത് നമ്മളങ്ങനെ അവിടേക്ക് എത്തിയാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ 2 നോട്ടിഫിക്കേഷൻ പറഞ്ഞു, ഫാക്റ്റിൻ്റെ ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് 3ാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഇതാണ്. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കൊല്ലം ജില്ലാ കാര്യാലയത്തിലേക്കാണ്. കൊമേഴ്ഷ്യൽ അപ്രന്റീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് പെർമനന്റ് ജോലിയോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇവിടെ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് അതിൻ്റെ കൊല്ലം ഓഫീസിലാണ്. 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എത്ര വേക്കൻസി എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അംഗീകൃത സർവകലാശാലയിൽ ബിരുദം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ജസ്റ്റ് ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. കമ്പ്യൂട്ടർ അത്യാവശ്യം വർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്ലോമ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ഡിപ്ലോമ, അതായത് DCP എന്ന് പറയും, DCA എന്ന് പറയും, അതുപോലെ PGDC, അതല്ലെങ്കിൽ വേർഡ് പ്രോസസ്സിംഗ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സിൽ ഡിപ്ലോമ, ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഡിപ്ലോമയും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ പ്രതിമാസ സ്റ്റൈപ്പൻഡ് മന്ത്ലി നിങ്ങൾക്ക് ആദ്യത്തെ വർഷം മന്ത്ലി നിങ്ങൾക്ക് 10,000, രണ്ടാമത്തെ വർഷം ഇങ്ങനെ 3 വർഷത്തേക്കാണ്. രണ്ടാമത്തെ വർഷം 11,000 പെർ മന്ത്, മൂന്നാമത്തെ വർഷമാകുമ്പോൾ 12,000 പെർ മന്ത് ലഭിക്കും. പരിശീലന കാലം 3 വർഷമാണ്. ഓക്കെ, തീയതി സമയം 12/6/2026 നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ 11:30 രാവിലെ അവിടെ എത്തിച്ചേരേണ്ടത്. താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കൊല്ലം ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാ ഓക്കെ, ഈ പറയുന്ന ബിഗ് ബസാർ കൊല്ലം ഒരു അഡ്രസ്സ് ഇതാണ് നമുക്ക് കേട്ടോ. എന്താണ്, ഉഷസ് ബിൽഡിംഗ്, ബിഗ് ബസാർ കൊല്ലം, ഇതാണ് അഡ്രസ്സ്. ഇവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. കൊല്ലം ജില്ലാ കാര്യാലയത്തിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അപ്പോൾ യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾ SSLCയുടെ പകർപ്പുകളും അതിൻ്റെ ഒറിജിനലും അതിൻ്റെ എല്ലാ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എത്തിച്ചേരാണ് വേണ്ടത്. ജസ്റ്റ് അവിടുന്ന് ഡയറക്റ്റ് ഇൻ്റർവ്യൂ കാര്യങ്ങളായിരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്തിച്ചേരേണ്ട ഡേറ്റും ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാം. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാതെ നോക്കാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ലാസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ പാടാണ് പറയാനുള്ളത്.
അത് നമുക്ക് നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറിയുടെ നോട്ടിഫിക്കേഷനാണ്. ഇത് നമ്മുടെ കൊച്ചിയിലാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതൊരു പെയ്ഡ് ഇന്റേൺഷിപ്പ് സ്കീമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർ ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, എഞ്ചിനീയറിംഗ് ഓർ ബേസിക് സയൻസ് സ്ട്രീമിലുള്ളവർക്കാണ് ഈ പറയുന്ന പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ജോലിയോ കാര്യങ്ങളൊന്നുമല്ല. ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾ. കാരണം നമുക്ക് ഇങ്ങോട്ട് പേയ്മെൻറ്റ് കിട്ടും. നമ്മൾ മറ്റേത് അങ്ങോട്ടൊക്കെ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടല്ലോ, അതില്ല. അതും നമുക്ക് DRDOയുടെ ഒക്കെ ആ ഒരു യൂണിറ്റിലൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അവിടെ കാണാൻ നിലവിലെ വേക്കൻസി ഡിസിപ്ലിൻ വൈസ് കമ്പ്യൂട്ടർ സയൻസ് ഓർ AI ആൻഡ് ML, അതുപോലെ ഡാറ്റാ സയൻസിൽ 12 വേക്കൻസി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇതിലേക്ക് കൊടുക്കാം. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം കേട്ടോ. ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമ്മിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഇതിലേക്ക് കൊടുക്കാൻ പറ്റുക ഇന്റേൺഷിപ്പിലേക്ക്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 10 വേക്കൻസി. മെക്കാനിക്കൽ, പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പോളിമർ സയൻസ്, അതുപോലെ എനിക്ക് ഫിസിക്സ്, ഒപ്റ്റോ ഇലക്ട്രിക്സ്, പിന്നെ ഓഷ്യൻ സയൻസ്, ഓഷ്യൻ ടെക്നോളജി പറയുന്ന വേക്കൻസികളാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിലേക്ക് 6 മന്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ജൂലൈ 1 ഓക്കെ ഇന്റേൺഷിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് എമൗണ്ട് ലഭിക്കും. അപ്പോൾ നിലവിൽ നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് ഡിഗ്രി അല്ലെങ്കിൽ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് ഒക്കെ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേട്ടോ, ഇതിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് 28 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലോസിംഗ് ഡേറ്റിലേക്ക് 28 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് നമുക്ക് 30,000 രൂപയാണ് 6 മാസത്തേക്ക് നമുക്ക് ലഭിക്കുന്ന എമൗണ്ട്. അതിൽ 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അതായത് 15,000 3 മാസം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് 15,000 കിട്ടും. മറ്റ് 3 മാസം വീണ്ടും കംപ്ലീറ്റ് ചെയ്താൽ 6 മന്തിലേക്ക് വരുന്ന സമയത്ത് 15,000, അങ്ങനെ ടോട്ടൽ 30,000 നമുക്ക് ലഭിക്കുക. സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കാദമിക് റെക്കോർഡ്സ് നോക്കിയിട്ടാണ്. മിനിമം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 75% അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള CGPA SGPA നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അത് നിങ്ങൾ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് സെമസ്റ്ററിൽ വരെയുള്ള മാർക്കാണ് ഈ ഒരു ലെവലിലെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിന് താഴെയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ അപേക്ഷകരൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് ഈ പറയുന്ന പെർസെൻറ്റേജിലൊക്കെ മാറ്റം വരുത്തിയിട്ട് അതിൻ്റെ നമ്പർ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ ഇൻട്രാക്ഷന് അത് നിങ്ങൾക്ക് ഈ പറയുന്ന ടെലിഫോൺ അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ കോളോ അല്ലെങ്കിൽ ഡയറക്റ്റ് എന്താണ് നമ്മളവിടെ ചെന്നിട്ട് ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകും. അത് ഡിപ്പെൻസ് ഓൺ നമ്പർ ഓഫ് അപേക്ഷയൊക്കെ അനുസരിച്ചായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് മോഡ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ മെയിൽ വഴി നമുക്കിതിലൊരു അപേക്ഷാ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. അത് മാനുവലി നമ്മൾ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ ഒരു എൻഡോഴ്സ്മെൻറ്റ് ലെറ്റർ ഉണ്ട്, അത് നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങേണ്ടതാണ്. അതിൻ്റെ മാതൃക ഇതിലുണ്ട്. അത് രണ്ടും എടുത്ത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് മെയിൽ വഴിയാണ് അയക്കേണ്ടത്. മെയിൽ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഇതാണ്, hrd.npol@gov.in എന്ന് പറയുന്ന മെയിലേക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഇതിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഞാനതൊന്ന് ഇറേസ് ചെയ്ത് കളയാം, കൂടെ കാണാം. ഓക്കെ, ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഇതവിടെ കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാം. യെസ്, ഇതാണ് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് ലിങ്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ലിങ്കാണ്. ഈ ലിങ്ക് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇത് ഗൂഗിൾ ഫോം ഓപ്പൺ ആക്കിയിട്ട് ഗൂഗിൾ ഫോം വഴി നമ്മൾ ഫില്ല് ചെയ്യണം, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ പരിഗണിക്കില്ല. അപ്പോൾ ആദ്യം നമ്മൾ മെയിൽ അയക്കണം. 2 കാര്യം ചെയ്യണം. ഒന്ന് മെയിൽ അയക്കണം, അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ഈ 2 കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുകയും വേണം. 3 കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ഒന്ന് നമ്മൾ മെയിൽ അയക്കണം, രണ്ടാമതായിട്ട് നമ്മൾ ഈ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ട്, ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അത് ഫില്ല് ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്മുടെ അപേക്ഷയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനം തരുന്ന അതിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് ലെറ്ററും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ വെച്ചിട്ട് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ദ ഡയറക്ടർ, നിങ്ങൾക്കിവിടെ കാണാം, ഈ ഒരു പിങ്ക് കളറിലുള്ള കൊച്ചി, ഈ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുന്ന കവറിൻ്റെ മുകളിൽ നമ്മൾ ഈ വാചകം എഴുതാൻ മറക്കരുത്. അപ്ലിക്കേഷൻ ഫോർ പെയ്ഡ് ഇന്റേൺഷിപ്പ് എന്നുള്ള ഇത് നമ്മൾ എൻവലപ്പിൻ്റെ മുകളിൽ എഴുതി വെക്കുക. ഓക്കെ, അതുപോലെ മെയിൽ അയക്കുന്ന സമയത്ത് നിങ്ങൾ സബ്ജക്റ്റ് എന്നുള്ള കോളത്തിൽ ഇത് കൊടുക്കാൻ മറക്കണ്ട. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 15 ജൂൺ വരെയാണ് സമയമുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ ലഭിക്കുന്നത് ഒരു ജൂൺ 4th വീക്കൊക്കെ ആകുന്ന സമയത്തേക്ക് നമ്മൾ സെലക്ട് ആയോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാൻ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കേരള ജോബ്സ് എന്ന് പറഞ്ഞ പേജിലേക്ക് വരും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ
ഏറ്റവും താഴെയായിട്ട് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ DRDO NPL കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വരും. ഇതിൽ ഞാൻ പറഞ്ഞ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും അതുപോലെ തന്നെ എല്ലാ സംഭവം ഇതിലുണ്ട്. ഓക്കെ, നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. മെയിൽ ID ഒക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ജസ്റ്റ് നിങ്ങൾ ഇത് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കാണ്, ആക്റ്റീവാണ്. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ഫോം ഓപ്പൺ ആയി വരും. പിന്നെ മെയിൽ അയക്കണം, പിന്നെ പോസ്റ്റലായിട്ടോ അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അങ്ങനെ നമ്മളത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. പ്ലസ് മെയിൽ ചെയ്യണം, അതോടൊപ്പം തന്നെ നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. മെമ്പേഴ്സ് ഓൺലി ആണെങ്കിൽ നിങ്ങൾക്ക് അത്തരം വീഡിയോസും ലഭിക്കുന്നതാണ്. താങ്ക്